എന്റെ ദൈവമേ, ഇയാൾ ഇത്രക്കാരനായിരുന്നു. കണ്ടാലെന്തൊരു മാന്യൻ. ഈ 18 വർഷങ്ങൾ എന്താക്കിയിരുന്നു? ഇപ്പോഴാണോ കേസ് കൊടുക്കുന്നത്? ഇവിടെ ഉണ്ട് ഒരു സിനിമാക്കാരൻ. ഇതൊക്കെ തന്നെ ആയിരിക്കും സ്ഥിതി. അതെ, നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. എന്താണിതെന്ന് എഴുതാൻ സമ്മതിക്കൂലേ? ഇത് കണ്ടോ, നിങ്ങളെ ഫേവറേറ്റ് സംവിധായകൻ 18 കൊല്ലം മുമ്പ് ഒരു പടത്തിന്റെ ഷൂട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ ഉപദ്രവിച്ചു. നിങ്ങളെ ഫേവറേറ്റ് സംവിധായകൻ ആ പടത്തിൽ തന്നെയുള്ള വേറൊരു നടനും അവളെ ഉപദ്രവിച്ചു. കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഗംഭീരായിട്ട് കേസ് പോകുന്നുണ്ട്. പോരാത്തതിനെ സോഷ്യൽ മീഡിയയിലും ചാനലിലും ഫുള്ളും ഇപ്പൊ തുറന്ന ഇതേ ഉള്ളൂ. അങ്ങനെ തന്നെ വേണം. നിങ്ങളെ സിനിമാക്കാരല്ലേ, അങ്ങനെ തന്നെ വേണം. ഈ സിനിമാക്കാരുടെ സ്വഭാവം അത് മനസ്സിലായി. ഓഹോ, അത് ശരി. അപ്പൊ ഈ സിനിമാക്കാരെ മൊത്തത്തിൽ കുറ്റം ചാർത്താൻ വേണ്ടി ഇറങ്ങിയതാണല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉപദ്രവിക്കലും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഉണ്ട്. ഒരു പെണ്ണ് ചെന്നിട്ട് ഒരാളുടെ പേരിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ചാനലിൽ ക്യാമറ നോക്കിയിട്ട് അവിടെ എത്തുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ സിനിമാ രംഗത്ത് ഒരുപാട് ആൾക്കാരുടെ പേരിൽ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് പീഡന കേസുകളും അല്ലാത്ത പലതരത്തിലുള്ള കേസുകളും വന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നില് ഇവർക്ക് ആർക്കെങ്കിലും ശിക്ഷ കിട്ടും? അതായത് ഇതൊക്കെ കേസ് നിലവിലുണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ ഈ കേസ് അങ്ങ് തള്ളിപ്പോവും. ആ വാർത്തകളൊന്നും ഒരു ചാനലും പുറത്തു വിടൂല. ചെറുതായിട്ട് എവിടെയെങ്കിലും മൂലക്ക് ഉണ്ടാവും പത്രത്തില്, ാണെന്നുള്ളതിനെ തള്ളിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടാവും. എന്തുകൊണ്ട് നിങ്ങളിത് ആഘോഷിക്കുന്നില്ല സിനിമാക്കാരെ മേലിൽ? എന്നിട്ട് ഒരാളെ ഇപ്പൊ തെറ്റ് മുഴുവൻ ആൾക്കാരും നല്ല ആൾക്കാരാണെന്നൊന്നും പറയില്ല, തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ശിക്ഷ കിട്ടണം. പക്ഷെ ഒരാള് ഒരു പരാതി കൊടുത്തു എന്നുള്ള പേരിൽ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഈ ചാനലുകാർക്ക്, നിങ്ങളെ ഓൺലൈൻ മീഡിയ, അത് ഭയങ്കര തെറ്റാന്നാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര തെറ്റ്. സിനിമാക്കാരെ മൊത്തത്തിൽ അങ്ങോട്ട് അധിക്ഷേപിക്കല്ലേ കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം, ആലോചിക്ക് കുത്തിരുന്നിട്ട്. സംഭവം ഇതൊക്കെ ശരിയായിരിക്കും. കുറച്ചൊക്കെ എനിക്ക് വിശ്വാസമായിട്ട് തോന്നുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് നിങ്ങളെ മേലെ എന്റെ കണ്ണുണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട. നിങ്ങളെ മേലെ എന്റെ കണ്ണ് എപ്പോഴും ഉണ്ടാവും.